ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 15 മുതൽ 20 വരെയും 25-26 തിരുവചനങ്ങളുമാണ് നമ്മൾ ധ്യാനിക്കുക. ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. പാറക്ലേത്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉപദേശകൻ, നിയമകാര്യ ആലോചകൻ, മധ്യസ്ഥൻ എന്നിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗ്രീക്ക് മൂലത്തിലെ അർത്ഥം. കർത്താവ് നമുക്ക് മറ്റൊരു സഹായകനെ അയക്കുമെന്നുള്ള വാഗ്ദാനമാണ് നൽകുക. യേശുവിനെ പോലെ തന്നെയുള്ള ഒരു സഹായകനെ നമുക്ക് ഈശോ അയക്കുന്നു. നമുക്കറിയാം, ശിഷ്യന്മാരെ യേശുവിൻ്റെ ആസന്നമായിരിക്കുന്ന കടന്നുപോകലിൽ വളരെയധികം ദുഃഖാർത്തരാണ്. ഈശോ പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അവർ മനസ്സിനെ മതിക്കുന്നുണ്ട്. 14 വാക്യത്തിലെ കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, 14 അധ്യായത്തിൽ 27 തിരുവചനത്തിൽ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഇത്തരത്തിൽ ആശങ്കകൾ നിറഞ്ഞിരുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് ധൈര്യം പകരുകയാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട്. ഈ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്? ആദ്യം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്രവർത്തനങ്ങളെപ്പറ്റി ധ്യാനിക്കാം. ഒന്നാമത് നമ്മൾ കാണുക, ഈശോയുടെ സാന്നിധ്യം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ശാരീരികമായിട്ട് ഈശോ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരോടുകൂടി ഇല്ല എങ്കിലും ഈശോയുടെ സാന്നിധ്യം എന്നും അവരോടൊപ്പം ഉണ്ടാകും. അനാഥരായി അവരെ കർത്താവ് വിട്ടുപോകുകയില്ല എന്നുള്ള ആ വലിയ സത്യമാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ വഴിയായിട്ടാണ്. യേശു തൊട്ടടുത്ത് തന്നെയുണ്ട് എന്ന്, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ആത്മാവ് നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ദൈവപ്രമാണങ്ങളും സഭയുടെ തത്വങ്ങളും കാണാപ്പാഠം പഠിച്ചാൽ പോരാ. ദൈവശാസ്ത്രത്തിൻ്റെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കി വലിയ ദൈവശാസ്ത്രജ്ഞനായാലും പോരാ. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ബോധമണ്ഡലത്തിലെ ഈശോയുടെ പഠനങ്ങൾ നിറഞ്ഞു നിൽക്കുക. പരിശുദ്ധാത്മാവ് ഒരു ഫിൽറ്ററായി, ഒരു അരിപ്പയായിട്ട് മാറുകയും ലോകത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക് കടന്നു വരുന്ന നിരവധിയായ ചിന്താശകലങ്ങൾ, അറിവുകൾ, അവയെല്ലാം ഫിൽറ്റർ ചെയ്ത്, അവയെല്ലാം ശുദ്ധീകരിച്ച് നമ്മിലേക്ക് പ്രവേശിപ്പിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈശോയുടെ വ്യക്തിത്വം, അതൊക്കെ നമ്മുടെ ബോധമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഈശോയുടെ ശക്തമായ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തേത്, ഈശോയുടെ പഠനങ്ങൾ നമ്മുടെ മനസ്സിൽ നിറച്ച് നൽകുന്നു. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ വേവ് ലെങ്ത്തിലായിരിക്കുക എന്നുള്ളതാണ്. ആത്മാവിൻ്റെ റേഞ്ചിലായിരിക്കുക. നമുക്കിഷ്ടമുള്ളിടത്തേക്ക് പോയി ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ആ ഒരു റേഞ്ചിൽ നമ്മളായി എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട്
പരിശുദ്ധാത്മാവിനോട് അടുത്ത് നിൽക്കുക, ആത്മാവിനോട് പ്രാർത്ഥിക്കുക, ആത്മാവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആത്മാവ് നിന്നിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മറ്റൊരു വലിയ കൃപ കൂടി കിട്ടുന്നു. ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുന്നു, പിതാവിനെ സ്നേഹിക്കാൻ സാധിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പോൾ പിതാവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ആവശ്യമാണ്. തുടർന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം കൂടി നമ്മൾ കാണുകയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. തൊട്ട് മുമ്പ് പറയുന്ന വാക്കുകൾ കൂടി നമ്മൾ കാണുക. 2-ാം വാക്യം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ഈ ദൈവസ്നേഹം, യേശുവിനോടുള്ള സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം നമ്മിൽ രൂഢമൂലമാക്കുന്നു. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക്, മനുഷ്യമക്കളിലേക്ക് എത്തി നിൽക്കുന്ന സ്നേഹമാണ്. അപ്പോൾ ഈ സ്നേഹത്താൽ നിറയുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് കർത്താവ് പറയുന്നത്, ഈശോയുടെ വാക്കുകൾ അനുസരിക്കുക, ഈശോയുടെ പ്രമാണങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതുതന്നെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പരിധിയിലായിരിക്കുക, റേഞ്ചിലായിരിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥം. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആത്മാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കനുസരിക്കാൻ പറ്റും, യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്നേഹത്തിൽ ആഴപ്പെടാം, ദൈവസ്നേഹത്തിൽ ആഴപ്പെടാം, പരസ്നേഹത്തിൽ ആഴപ്പെടാം. ഈ വലിയ സത്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം അറിയാൻ, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കാൻ, യേശുവിൻ്റെ സ്നേഹത്തിൽ വളരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.